ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഹാപ്പി ഓണം ടു എവ്രിബഡി. ഇന്ന് 2024 ഓണമാണ്, സെപ്റ്റംബർ 15. ഞാനിപ്പോൾ ഉള്ളത് കാനഡയിലാണ്. എൻ്റെ പേര് അനക്ക. കാനഡയിൽ ഒൻറ്റാരിയോയിൽ വാട്ടർലൂരിലാണ് ഞാൻ താമസിക്കുന്നത്. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സന്തോഷങ്ങളും ഉള്ളൊരു സമയമാണ് ഓണം എന്ന് പറയുന്നത്. ഓർമ്മകളുടെ കൂമ്പാരമാണ്. ഇപ്പോൾ ഓണം നമ്മൾ കൂടുമ്പോൾ എപ്പോഴും നമുക്ക് ആഗ്രഹം അടിച്ചു പൊളിച്ച് ഓണം കൂടണം എന്നുള്ളതാണ്. അപ്പം ആദ്യം ഞാനിപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഒരു 5 കൊല്ലമായി. ആദ്യത്തെ കൊല്ലത്തൊക്കെ ഐ വാസ് ഫൈൻ ബൈയിങ് ഫ്രം ഔട്ട്സൈഡ്, ബട്ട് ഫ്രം ലാസ്റ്റ് 2 years ഐ ഡസൻറ്റ് ഫീൽ ലൈക്ക് ഐ വോണ്ട് ബൈ ഫ്രം ഔട്ട്സൈഡ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മളൊരു ചെറിയ ഓണം സദ്യയിലേക്കാണ്. കുറേ സാധനങ്ങളുണ്ട്. ഉണ്ടാക്കാൻ അറിയുന്ന ആൾ ഞാൻ മാത്രമേ ഉള്ളൂ. ബട്ട് കട്ട് ചെയ്യാൻ എൻ്റെ കൂടെ എൻ്റെ അനിയമ്പുള്ളിയുണ്ട്, പിന്നെ എൻ്റെ ഫ്രണ്ട്സ് വരും. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കൂടി ഇന്ന് ഓണസദ്യ ഉണ്ടാക്കാനാണ് പോണത്. ഓക്കെ, സ്റ്റേ ട്യൂൺ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് സാമ്പാറിലായിരുന്നു. സാമ്പാർ ഈസ് ഓൾറെഡി കുക്ക്ഡ്. അപ്പോൾ സാമ്പാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അവിയലിലുള്ള കഷ്ണം ക്യാരറ്റ് മാത്രം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കി കഷ്ണം നമുക്ക് അറിയാം. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഇഞ്ചിക്കറി കഴിഞ്ഞ തലേദിവസം ഉണ്ടാക്കി വെച്ചപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റിന് കിട്ടി. അതുകൊണ്ട് ഞാൻ ഇഞ്ചിക്കറി ഇന്നലെ രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചു. ഇതായിരിക്കുന്നതാണ് നമ്മുടെ സാമ്പാർ. പിന്നെ അത് ഇവിടെ ഇതിൻ്റെ പേരെനിക്കറിയില്ല. എടാ നിനക്കറിയോ അമ്പാടി? ഈ പയറും കുമ്പളങ്ങയും ഉള്ള വെള്ള കളറുള്ള കറി, ആ കറിയുടെ പേരെനിക്കറിയില്ല. കുമ്പളങ്ങയും പയറും വെള്ള കളറുള്ളൊരു കറി, വൻപയർ. നിനക്കറിയില്ല, നിനക്ക് പേര് എനിക്കറിയില്ല. എടാ അല്ലടാ, കുമ്പളങ്ങയും ബ്രൗൺ കിഡ്നി ബീൻസും വെച്ചിട്ടുള്ള ഒരു ഇത്. എടാ വൈറ്റ് കളറ്. സെർച്ച് ചെയ്തേ. എടാ സെർച്ച് ചെയ്യടാ. നിനക്കറിയാം, നീ തിന്നിട്ടുണ്ടാവൂല. നീ തിന്നിട്ടല്ലോ പിന്നെ പച്ചക്കറി. എടാ കുമ്പളങ്ങ ആൻഡ് വൻപയർ കറി സെർച്ച് ചെയ്ത് നോക്ക. ഇന്നലെ ഇവിടുത്തെ ചൈനക്കടയിൽ പോയപ്പോൾ എനിക്ക് കുമ്പളങ്ങയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കണ്ടപ്പോൾ കുമ്പളങ്ങ പോലത്തെ ഒരു സാധനം കിട്ടി. അതിൻ്റെ ബാലൻസ് ആണ് ഇത് കുമ്പളങ്ങയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അതപ്പോൾ ഞാൻ കുരൂരാന്ന് അരിഞ്ഞിട്ട് അത് മറ്റേ വൻപയറും കൂട്ടിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊരു കറിയുണ്ട്, വിച്ച് ഈസ് കോൾഡ് ഓലൻ. അതുണ്ടാക്കാന്നാണ് എൻ്റെ പ്ലാൻ. പിന്നെ നമുക്ക് ക്യാബേജ് തോരനുണ്ട്. പിന്നെ എന്താ, രസം ഉണ്ടാക്കണം, പിന്നെ പായസം ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇപ്പം ഏറെക്കുറെ ഒരു ഉച്ചര ആയിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഫ്രണ്ട്സൊക്കെ വരുള്ളൂ. അപ്പം ഞാൻ ഇന്ന് നൈസായിട്ട് നിന്ന് ഒരു ഓണപ്പരിപാടി ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. എപ്പോഴും ഉണ്ടല്ലോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാം, ഇവിടെ ഈസി ആയിട്ട് കിട്ടും. ഇപ്പോൾ 2-3 സ്ഥലത്തുനിന്ന് ഓണത്തിന് സദ്യ കൊടുക്കുന്നുണ്ട്. അപ്പം അത് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ബട്ട് ഒരു സംതൃപ്തി വരുന്നത് വീട്ടിലുണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ ഫസ്റ്റ് ഐ വാസ് സോ കൺഫ്യൂസ്ഡ്, ഷുഡ് ഐ ബൈ ഫ്രം ഔട്ട്സൈഡ് ഓർ ഷുഡ് ഐ മേക്ക് ഇറ്റ് ഹിയർ? ആൻഡ് ഐ ended up deciding to make it here. So yeah, we're here. അപ്പം നമ്മൾ കുമ്പളങ്ങ ഇട്ടിട്ടുള്ള മോരൂട്ടാനും. പക്ഷേ എനിക്ക് മോരൂട്ടാനല്ല, കുമ്പളങ്ങയുടെ കൂടെ തക്കാളി ഇഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ തക്കാളിയും കുമ്പളങ്ങയും കൂടെ ഇട്ടിട്ടുള്ള മോരൂട്ടാനും പിന്നെ അവിയലും രസവും ഒക്കെയാണ് ഉണ്ടാക്കാൻ പോണത്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ഗോണ ഗോ ഗുഡ് ഓർ നോട്ട്, ബട്ട് I have never seen anybody mixing it as well, but I just like those flavors together. So I'm just thinking like maybe I'll just fix it. Let's try to make a new dish. പിന്നെ എൻ്റെ മസാല ചകട മാത്രം കണ്ടോ. ഇതൊരു സ്പെഷ്യലാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവിടെ ഒരുപാട് ആൾക്കാർ പലതരം മസാലകളും ഉണ്ടെന്ന് നമ്മളിങ്ങനെ ഓരോ
ക്യൂട്ട് പാത്രങ്ങളൊന്നും വാങ്ങിച്ചാൽ ഇവിടെ മുതലാവില്ല. ബിക്കോസ് ഫസ്റ്റ് തിങ് വി മൂവ് അറൗണ്ട് എ ലോട്ട് ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ലൈക്ക് ഇറ്റ്സ് എക്സ്പെൻസീവ് ടു ബൈ തിങ്സ് ഹിയർ. സോ നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. ഇത് കുറച്ച് മിക്സൊക്കെ ആവും. ഇപ്പം ഇതിനകത്ത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മഞ്ഞപ്പൊടിയും ഇത്തിരി മല്ലിപ്പൊടിയൊക്കെ മിക്സ് ആയി കിടക്കണം. ബട്ട് ഇതെല്ലാം നമ്മൾ ഒരു കറിയിൽ ഇടുന്ന സാധനങ്ങളായതുകൊണ്ട് ഇറ്റ് ഡസൻ ആക്ച്വലി മാറ്റർ. ഇപ്പം നോക്കിയാൽ കണ്ടോ, എൻ്റെ മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ആൻഡ് എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഞാൻ അവസാനം കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഉപ്പിൻ്റെ പാകമൊക്കെ നോക്കി അതും ഞാൻ കറിക്കകത്ത് ഇടാറുണ്ട്. പൊതുവേ ഈ മിക്സുകളിലേക്ക് ഇടാനായിട്ട് ഞാൻ കൂടുതൽ ഉപയോഗിക്കാറ് ഈ മിക്സ് പൗഡറാണ്. എല്ലാം കൂടെ മിക്സ് ആയിട്ടിരിക്കുന്ന ഒരു പൗഡർ. ഓക്കെ, അപ്പം അത് ഇച്ചിരി ഇടാം നമുക്ക് ഇതിലേക്ക്. ഒരു നുള്ളു ഉപ്പും ഉണ്ട് അതിനകത്ത്, ഒരു നുള്ളല്ല, അത്യാവശ്യം ഉപ്പുണ്ട് ഇതിന്. കാരണം ഉപ്പും ഇത് പാത്രത്തിൽ തന്നെ ഇടുന്നതാണ്, അത് മിക്സ് ആവാറുണ്ട്. ബട്ട് ഇൻ ടോട്ടൽ ഇതൊരു എളുപ്പമുള്ള പരിപാടിയാണ്. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഇങ്ങനെ ഒരു ലെയറായിട്ട് ഇറങ്ങി വരും. ഇത് ശരിക്കും പറഞ്ഞാൽ ഡോളറാമയിൽ കിട്ടുന്ന ടൂൾ ബോക്സ് ആണ് കേട്ടോ. ഈ ടൂൾ ബോക്സ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഓരോരോ മസാലകൾ ഇങ്ങനെ ഇങ്ങനെ ഇട്ട് വെച്ചാൽ ഒറ്റ ഇതിൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിയും. ഐ ഫൈൻഡ് ഇറ്റ് ഈസി ആൻഡ് ഐ ഹാവ് സീൻ മൈ ഫ്രണ്ട്സ് സെയിങ് ദാറ്റ് ഇറ്റ്സ് ഈസി ടു. സോ പീപ്പിൾ ക്യാൻ ചൂസ് വാട്ട് ദേ വാണ്ട് ടു ഡു. പിന്നെ ചട്ടി ഉണ്ടല്ലോ, അതും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഈ പലർക്കും ചട്ടി കൊണ്ട് വരുമ്പോൾ ചട്ടി എങ്ങനെ ഈ ഇൻഡക്ഷനിൽ വയ്ക്കും എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേറൊരു സംഭവമുണ്ട്, അത് കാണിച്ചു തരാം. സീരിയസ്, നമ്മുടെ നാട്ടിൽ ഈ കറിയൊക്കെ ആയി കഴിയുമ്പോൾ ഇറക്കി ഇങ്ങനെ സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണിത്. ഇത് അലുമിനിയോ സ്റ്റീലോ എന്താ സാധനമാണ്. ആ സാധനം വെച്ചിട്ട് കൊടുത്താൽ സംഭവം യു ക്യാൻ സീ ദ ബബിൾസ് കമ്മിങ് ഔട്ട്. ഇറ്റ്സ് ഈസിലി വർക്ക്സ് ഔട്ട് ആൻഡ് ഇത് പെർഫെക്റ്റ് ആണ്. ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടൊരു 2 കൊല്ലമായി. പിന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ അലുമിനിയത്തിൻ്റെ സ്പൂണൊന്നും ഉപയോഗിക്കാറില്ല. ഈ തടിയുടെ സ്പൂൺ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാണ്, അതാണ് യൂസ് ചെയ്യാറ്. ജസ്റ്റ് പൊട്ടിയാലാവുന്നൊരു പേടി. ഇതിന് വളരെ ചെറിയ, അത് കാണുമ്പോൾ അത്യാവശ്യം വലുതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും വളരെ ചെറിയൊരു ചട്ടിയാണ്. എനിക്ക് എൻ്റെ അനിയനും മീൻകറി ഇട്ട ചട്ടിയുള്ളൂ ഇത്. സോ നമുക്ക് ചെറിയ കറികളൊക്കെ മതിയല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് മോരുകൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. എനിക്ക് ചട്ടിയിൽ മോരുകൂട്ടാൻ വെക്കണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ തിരിച്ചെടുത്തിരിക്കുന്നു. പംകിൻ നമ്മൾ അവയിലിടില്ല. സോ ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ഞാനാണെങ്കിൽ വാങ്ങിച്ചോണ്ട് വന്നു. ഇതിനെ പാക്ക് ചെയ്യടാ. ഈ പംകിൻ വേണ്ട. വിജയിക്കരുന്ന പംകിനെ 10 കഷ്ണമാക്കി ഇനി ഇത് തിരിച്ച് പാക്ക് ചെയ്യണം. ഞാനിത് മൊത്തത്തിൽ സഹോദരൻ അങ്ങോട്ട് തരാം. സഹോദരൻ അങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് ഇരുന്നങ്ങോട്ട് പാക്ക് ചെയ്ത് തുടങ്ങാം. നമുക്കിതും കൊണ്ട് സൂപ്പ് ഉണ്ടാക്കാം. അതല്ലടാ, സ്ക്വാഷ് ഉണ്ടാക്കാം. സ്ക്വാഷിന്റെ സൂപ്പ് നല്ല. റിട്ടയർഡ് ഓൺ 2018. പുള്ളി റിട്ടയർ ആയപ്പോൾ കിട്ടിയ കാശ് കൊണ്ട് 2019 ഞാനിങ്ങനെ പോകുന്നു. ഇപ്പം ഞങ്ങളെല്ലാവരും നല്ല അന്തസ്സായി പാപ്പറായിട്ടിരിക്കുന്നു. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. വി മേക്ക് ഗുഡ് ലിവിങ്, ദാറ്റ്സ് ഓൾ. എൻ്റെ അച്ഛനിപ്പോൾ ഞാൻ നാട്ടിൽ മൂവാറ്റുപുഴയിൽ നിന്നാണ്. യെസ് ഗൈസ്, ക്ലാസിക് മൂവാറ്റുപുഴ. ആൻഡ് അച്ഛൻ നാട്ടിലൊരു എന്ത് കടയാണ്, പൊല്യൂഷൻ സെൻറ്റർ നടത്തുന്നുണ്ട്. എന്താ, ജീസസ് എന്നാണ് അതിൻ്റെ പേര്. എടാ ജീസസ് എന്തെന്നാണ് കടയുടെ പേര്? ജീസസ് പൊല്യൂഷൻ സെന്റർ എന്നല്ലടാ. എൻ്റെ അനിയൻ തലയിലൊരു വലിയ സാധനം വെച്ചേക്കണം, കാരണം ചത്താലും അവനറിയില്ല. അത് വേറൊരു ഗുണം. ഇതിപ്പോൾ പൊട്ടറ്റോക്ക് മറ്റേ ഫ്രഞ്ച് ഫ്രൈസിന് അരിയണ പോലെയാണ് ഞാൻ എരിയണത്. അതിനോട് വെച്ചാണ് കേട്ടാണ് അവിടെ വേണം അല്ലേ? അതാണോ? എല്ലാം കോല് പോലെ തന്നെ ഇരിക്കേണ്ടത്. ഞങ്ങളെ കണ്ടോ ഗൈസ്, ഇവിടെ കിട്ടിയ മുരിങ്ങക്കോല
ഉണങ്ങിയ ചവറേ, എന്നാലും ഞാൻ ജീവൻ പിക്കാൻ ശ്രമിക്കാൻ പോവാണ്. എൻ്റെ അവിയലിൽ ഇച്ചിരി മുരിങ്ങക്കോൾ വേണമെന്നുള്ള എൻ്റെ അതിയായ ആഗ്രഹം. അവിയൽ ആൻഡ് സംഭാറ്. നാട്ടിലൊക്കെ വെച്ച് ഇതിനോടൊക്കെ പുച്ഛായിരുന്നു കേട്ടോ, നല്ല അസല പുച്ഛം. എന്തോരം കിട്ടുമായിരുന്നു. മീൻ ഏറ്റവും പുച്ഛം മീനിനോടായിരുന്നു. മീനൊക്കെ എന്ത് ചിക്കനാണ് ഇത്. ഇപ്പം ചിക്കൻ നിന്നൊന്നും ചിക്കൻ കാണാൻ പോലും പാടില്ല. ഇച്ചിരി മീനായിരുന്നു എന്നാലോ ദൈവമേ എന്ന്. പക്ഷെ നല്ല മീൻ ഇവിടെ ഇല്ല, ഫ്രോസൺ മീനാണ് ഇവിടെ കിട്ടുക. ആൻഡ് ഐ ഹാവ് എ വെരി ബാഡ് റിലേഷൻഷിപ്പ് വിത്ത് ഫ്രോസൺ സ്റ്റഫ്സ്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒത്തു പോകാറില്ല. എനിക്ക് ആ ഒരു മീനിന് ഒരു ഉളുമ്പ് മണം വന്നാൽ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെയുള്ള മീന് ഫ്രോസൺ ആയതുകൊണ്ട് നമ്മൾ കഴുകിയാലും അതിന് നല്ല മണമായിരിക്കും. പിന്നെ നമ്മൾ മീൻ ഉണ്ടാക്കിയാൽ ഈ ബിൽഡിങ് ഫുൾ അറിയും. അതാണ് അതിൻ്റെ അടുത്തൊരു പ്രത്യേകത. പിന്നെ നമ്മളെവിടെ പോയാൽ അവിടെ ഉള്ളവരും അറിയും. നമ്മുടെ ഉടുപ്പിലൊക്കെ മണം പിടിക്കും. നമ്മുടെ കറിക്കൊക്കെ നല്ല മസാലയല്ലേ, ആ മസാല കാരണം എല്ലായിടത്തും മണം പിടിക്കും. അപ്പോൾ നമ്മളെ കാണുന്നവരൊക്കെ ചോദിക്കും, ആ ഇന്ന് കറിയാണല്ലേ എന്ന്. കറിയാണ്, ഇന്നും കറിയാണ്. പിന്നെ നമ്മൾ പട്ടിണി കിടക്കും. അല്ല പിന്നെ ഞങ്ങൾ മസാലയൊക്കെ ഇട്ട് തന്നെ കറി വയ്ക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ കുമ്പളങ്ങ ആദ്യം അരിഞ്ഞ് വെച്ച കുമ്പളങ്ങയില്ലേ, അതിനെ വെള്ളമൊഴിച്ച് കുക്കാക്കാൻ പോവാം. I don't know if it's gonna cook like this or not, but I'm just gonna try. I think it won't overcook because ഇത് കുക്കായാലും ഒരു കഷ്ണം പോലെ ഇങ്ങനെ കിടക്കുന്ന സാധനമാണല്ലോ. So as what I expect, it's not gonna overcook. It's what I'm expecting, but let's hope for the best. ഇതിൻ്റെ പിടികൂടായിട്ടിരിക്കുന്നു. Meanwhile, we can check our sambar. സാമ്പാറിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണ്ട. അവിയലെല്ലാം റെഡിയാണ്. I do need tomato in it. Everything is good. Yes. സാമ്പാറൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മസാല എല്ലാം മുപ്പിച്ചിട്ട് എന്താ പറയുക, കായൊക്കെ ഇട്ട് ഒരു കടുകും കൂടെ വറുത്താൽ ശേഷമായിട്ട് എന്താ പറയുക. കേരള ഫുഡ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ജൈനിസത്തിനെ കുറിച്ചും സ്വാമിനാരായൺ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഈ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ ഗുജറാത്തി കൾച്ചേഴ്സാണ് മോസ്റ്റായിട്ട്. ജൈനിസം ഗുജറാത്തീസ് ആണോ എന്ന് എനിക്കറിയില്ല. മോസ്റ്റായിട്ട് ഈ സ്വാമിനാരായണനൊക്കെ ഗുജറാത്തി കൾച്ചറാണ്. അപ്പം അവർ എന്താ പറയുക, ഉള്ളി വർഗ്ഗങ്ങളൊന്നും കഴിക്കില്ല, അങ്ങനെയൊക്കെയാണ്. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരി പുള്ളിക്കാരത്തി വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇതൊന്നും ഇല്ലാതെ കുക്ക് ചെയ്തത്. ആ കുക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഡിഷസിൽ കുറേയിലൊന്നും ഉള്ളിയേ ഇല്ല. ഉള്ളി വെളുത്തുള്ളിയൊക്കെ വളരെ കുറവാണ്. ഈ രസം അങ്ങനത്തെ കുറേ ഫിക്സഡ് ഐറ്റംസിനോ അല്ലെങ്കിൽ ഉള്ളിക്കറി അങ്ങനത്തെ സംഭവത്തിനൊക്കെ അല്ലാതെ we doesn't use onion or we doesn't use a lot of garlic for making food. ഞാനത് ചെയ്ത സമയത്ത് I was very shocked to see it like that way because എൻ്റെ മനസ്സിൽ I thought I can never make Kerala food without using all of these things, and I can't even, I still can't process my life without using these ones. So I was like, yeah, that's working out. Yes. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങാസ് ആർ ഓൾമോസ്റ്റ് കുക്ക്ഡ്. നിങ്ങൾക്ക് കാണാമോ? ഐ തിങ്ക് ഇറ്റ് സ്റ്റിൽ ഹാവ് സം ലെഫ്റ്റ്. സോ ഇത് മോരുകറിയുടെ കുമ്പളങ്ങ, മറ്റേത് ഓലൻ ഐ സൈഡ് ഓലന് വേണ്ടിയിട്ടുള്ള കുമ്പളങ്ങ. വാട്ട്സ് നെക്സ്റ്റ്? ഞാൻ ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ക്യാബേജ് വാങ്ങിക്കാൻ പോയി. ആൻഡ് ഫൈനലി ഐ ഗോട്ട് ദിസ് ബിഗ് ക്യാബേജ്. ഈ ക്യാബേജിന് നല്ല വെയിറ്റ് ഉണ്ട്. ഇതെനിക്ക് മൊത്തം $5. 3 കിലോ കണ്ട് ക്യാബേജ് ഉണ്ട്. ഇത്
ഐ ഡോണ്ട് നോ വി ഗോട്ട് ദിസ് ക്യാബേജ്. ഇത് LB കണക്കാണ് ഇവിടെ പറഞ്ഞത്. LB എന്ന് പറഞ്ഞാൽ ഒരു 450 ഗ്രാം വരും 1 കിലോ. സോറി, ഒരു LB എന്ന് പറഞ്ഞാൽ 450 ഗ്രാം വരും. അപ്പോൾ LB കണക്കനുസരിച്ച് വില കൂട്ടി വന്നപ്പോൾ 97 സെൻറ്റ് അങ്ങാണ്ടായിരുന്നു ഒരു LBക്ക്. അങ്ങനെ കൂട്ടി വന്നപ്പോൾ അത്യാവശ്യം നല്ല പൈസയായി. പിന്നെ നമുക്കൊന്നും പറയാനില്ലല്ലോ. സോ ജസ്റ്റ് ഡിസൈഡ് ലൈക്ക് ഓക്കെ വാട്ട് എവർ വി ജസ്റ്റ് നീഡ് ഇറ്റ്, ഗോ ഫോർ ഇറ്റ് ലൈക്ക് ദാറ്റ്. നമ്മുടെ ആ സംഭവം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ മോരൂട്ടാനാണ് ഇവിടെ. അതിനോ കളർ ഇച്ചിരി കുറവാണ്, പക്ഷെ ഞാൻ കടുക് വറുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ട് കറുകോട് വഴക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും. ഇതൊരു തിള കൊടുക്കുമ്പോൾ തന്നെ സംഭവം സെറ്റായി. സംഭവം ഫസ്റ്റ് നമ്മുടെ മോരൂട്ടം തന്നെ റെഡി ആയിട്ടുണ്ട്. ബാക്കി നമ്മുടെ മറ്റേ സാധനം ഇതിനകത്തിരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ഇഞ്ചി കളർ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ ഇഞ്ചിക്കറിക്ക് അത് ഇച്ചിരി ശർക്കര ഇടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ആ ശർക്കര വന്നിട്ടുണ്ട്. ഇത് ഏത് കമ്പനിയിലാണ്? കൃത്തിക ജാഗരിയാണ് അത്. അപ്പോൾ ഞാൻ ഇത് ഇച്ചിരി ഒരു ഇതിനകത്തൊക്കെ ഇട്ടിട്ട് ഒന്നൊന്ന് കുറുക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു ടേസ്റ്റ് വരും. പിന്നെ ജാഗരി ആക്ച്വലി ഇടുമ്പോൾ എന്താ പറയുക, ഒരു അപ്പോഴാണ് ആ കുറുകൽ വരാൻ. അപ്പം നമ്മുടെ ഇഞ്ചിക്കറി വേറെ ആയിട്ടുണ്ട്. ഈ ഇഞ്ചിക്കറി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം, കൊക്കയിലേക്ക് മാറ്റാം. കോപ്പാന്നാണോ അതിന് പറയാൻ, എന്താണെന്ന് അറിയില്ല. ഇതിനൊരു ലിഡൊക്കെ ഉള്ള പാത്രമായിരുന്നു. ഐ ഡോണ്ട് നോ വേറെ ലിഡാവും. നാട്ടിൽ കൊപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ്. ഞാൻ ഇതിലേക്ക് മാറ്റാം നമുക്ക് ഇഞ്ചിക്കറി. നമുക്ക് ഈ കോപ്പയിലേക്ക് ഇഞ്ചിക്കറി മാറ്റാം. ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ മോരക്കറിക്ക് ഇത്തിരി പുളി കുറവാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ പുളിയാക്കാനുള്ള മാർഗം ചെയ്യാം. അതിന് കുറച്ചുകൂടെ തക്കാളി ഇതാക്കി, തക്കാളി കുറച്ചുകൂടെ ഞാൻ കുക്ക് ചെയ്യും. തക്കാളിയും കൂടെ കുക്ക് ചെയ്ത് അതിൻ്റെ കൂടെ ഇത്തിരി ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് കുക്ക് കഴിഞ്ഞാൽ അപ്പോൾ കറക്റ്റായിട്ട് വരും. അത് കാണാവാ. എനിക്ക് ഇച്ചിരി പുളി ഇല്ലാണ്ട് ഒരു സംതൃപ്തിയാണ് വരില്ല. അപ്പം ഞാൻ ഇച്ചിരി ഉപ്പും ഇതിൻ്റെ കൂടെ പരിപാടികളാണ്. ഒറിജിനലായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ ശരിയാവുമെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് ഐ ജസ്റ്റ് ഡു വാട്ട് എവർ മേക്ക് സെൻസ് ഫോർ മീ. ഓലുള്ള കുമ്പളങ്ങ നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ മോരിലും കുമ്പളങ്ങ ഇട്ടിട്ടുണ്ട്, ഓലിലും ഉണ്ടാക്കണ്ട്. എനിക്ക് ഓലം ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം അൽറ്റ പറഞ്ഞിരുന്നു. അൽറ്റ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഷീ ലിവ്സ് ഇൻ ഇന്ത്യ. ഷീ ഈസ് ലിവിങ് ഇൻ തൊടുപുഴ. അപ്പോൾ അവളെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഓലൻ കഴിച്ചു ഇന്നലെ. ഇറ്റ് വാസ് വെരി ഗുഡ് എന്നാണ് അവളെന്നോട് പറഞ്ഞത്. സോ ഇറ്റ് ജസ്റ്റ് മേഡ് മീ ഫീൽ ലൈക്ക് ഐ വോണ്ട് ടു ബൈ. എനിക്ക് ഇറ്റ് ഓൾസോ ഐ ഗോട്ട് കുമ്പളങ്ങ. സോ വൈ നോട്ട്? സോ നമ്മൾ ഓലിനുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഇച്ചിരി പച്ചമുളകും കൂടി ഇട്ട് കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ടു. ഇനി അത് വെന്ത് വന്നു കഴിയുമ്പം വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് പയറും കൂടി ഇടും. പയർ പക്ഷേ എൻ്റെ കയ്യിൽ വെന്ത പയറായിരിക്കണേ. ആൻഡ് ഇറ്റ്സ് നോട്ട് വൻപയർ. നമ്മൾ നാട്ടിൽ ഉപയോഗിക്കണ വൻപയറല്ല ഇത്. മറ്റേ എന്താ പറയുക, കിഡ്നി ബീൻസ് ആണ്. കിഡ്നി ബീൻസ്, യെസ്. അപ്പം കിഡ്നി ബീൻസ് ആയ കാരണം നമുക്ക് അതും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇട്ടാൽ മാത്രം മതി സംഭവം. ഇത് വെള്ള കളർ ഇരിക്കുമെന്നൊന്നും എനിക്ക് സംശയമുണ്ട്, കാരണം കിഡ്നി ബീൻസ് ഇസ് വെരി ബ്ലാക്ക് കളർ. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഇറ്റ് സ്റ്റേസ് ഇൻ ദ കളർ. ഞാൻ അപ്പോഴത്തേക്ക് ഇച്ചിരി തേങ്ങാപ്പാലും കലക്കിയെടുത്ത് ഈ കറി നമുക്ക് സെറ്റാക്കും. അപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും തേങ്ങാപ്പാൽ കലക്കുമ്പോൾ ട്രൈ ടു ടേക്ക് വാം വാട്ടർ. ഐ ഡോണ്ട് നോ ഇഫ് സേഫ് ഓർ നോട്ട്. പക്ഷെ വാം വാട്ടർ അല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോണ മിക്സ് പ്രോപ്പർലി. അപ്പം നമുക്കിടെ പരിപാടി കൊളാവും. സോ വാം വാട്ടറിൽ തന്നെ മിക്സ് ചെയ്യണം. കണ്ടോ, ക്യാബേജ് ഓർന്ന ഒരാൾ അരിഞ്ഞു വെച്ചേണ്ടതാണ്. നിങ്ങൾക്ക് കാണാവോ? ഹൗ സ്റ്റുപ്പിഡ് ഇറ്റ് ഈസ്.
കുരു ഏതാന്നറിയടാ. അയ്യോ എന്റെ അച്ഛനാണ് ക്യാബേജ് അരിയിലാണോ നല്ല പണി. നീ എന്നെ ആരായിട്ട് വരും? അപ്പൊ നമ്മുടെ ഓലന്റെ ഒരുമാതിരിപ്പെട്ട രീതിയിൽ കായ് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതേ ഇട്ടത് ഈ കിഡ്നി ബീൻസ് ആണ്, കാണാമല്ലോ. അതൊരു പാത്രം ഇട്ടിട്ടുണ്ട്. കിഡ്നി ബീൻസ് കൂടി പോയി തോന്നണം ഗൈസ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. Who cares? It's my first time. Okay. അപ്പം നമുക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇടാം. ആദ്യം ഉപ്പില്ല. ഒരാളെ ചോറ് അരി കഴിയണ കാണിച്ചിട്ടെ. ഞാൻ കാക്കറത് ടിവിയില് ഓണപ്പാട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ അവൻ അതും നോക്കിക്കൊണ്ടാണ് കഴുകണത്. ഇങ്ങനെ അദ്ദേഹത്തിലേക്ക് നോക്കി നിന്നാണ് കഴുകണത്. ഇതാണ് നമ്മുടെ തേങ്ങാപ്പാലിന്റെ പൊടി. എനിക്ക് ഇച്ചിരി ഇച്ചിരി കട്ടി കുറവ് ഫീൽ ചെയ്തപ്പോ ഞാൻ ഇച്ചിരി കൂടെ പൊടി ഇടാൻ പോവാ. ഇത് നല്ല ഹോട്ടായിരുന്നു, അതങ്ങ് കലങ്ങിക്കോളും. കണ്ടാ ഞാൻ പറഞ്ഞില്ല, കിഡ്നി ബീൻസിന് നല്ല ബ്ലാക്ക് കളറായ കാരണം ഐ ഡോണ്ട് നോ ഇറ്റ്സ് ഗോണ ചേഞ്ച് ദ കളർ ഓഫ് ദ കറി. ഇതെല്ലാം ഉണ്ടാക്കിയപ്പം ഞാൻ ക്യാബേജ് തോരൻ ഉണ്ടാക്കണം കണ്ടപ്പോൾ എൻ്റെ അമ്പാടിക്കുട്ടന് ആഗ്രഹം, ഹി വാണ്ട്സ് ഫിഷ് കറി ടു. ഐ എം നോട്ട് ദാറ്റ് ഗ്രേറ്റ് ഫിഷ് മേക്കർ. സോ എൻ്റെ കയ്യിൽ കുറച്ച് ടിലാപ്പിയ ഫില്ലറ്റ് ഉണ്ടായിരുന്നു. അത് നമ്മുടെ മറ്റേ എന്താ ചട്ടിയാ, നമ്മുടെ മൂരൂട്ടൻ ഉണ്ടാക്കി ചട്ടിന്ന് മൂരൂട്ടാൻ മാറ്റി ഞാൻ ഫിഷ് കറിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ അവിയൽ ഈസ് കമ്മിങ്. ഓ ഇത് ആയിക്കോട്ടെ ഗ്യാപ്പില് വി ക്യാൻ ഡു അവർ സാമ്പാർ. അപ്പോൾ നേരെ മുന്നിരിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ അവിയൽ പാത്രത്തിന് നമ്മളങ്ങ് മാറ്റി വെച്ച് സാമ്പാർ നമുക്ക് അവിടെ വയ്ക്കാം. നമ്മൾ പുളിവെള്ളമാണ് ഒഴിക്കാൻ പോണത്. ഞാൻ കുറേ നേരം മുക്കി വെച്ച് പുളിവെള്ളം. കുഞ്ഞരിപ്പയാണ്. ഈ വീഡിയോ കഴിഞ്ഞ് ഒരു രസം കൂടെ ഉണ്ടാക്കി ഫുഡുണ്ടാക്കിയ പരിപാടി ഞാനങ്ങ് കഴിച്ച് ഓടിപ്പോയി കുളിച്ചിട്ട് വന്നു ഓണസദ്യ കഴിക്കാം. അപ്പം നമ്മൾ ഏറെക്കുറെ സംഭവം പരിപാടിയെല്ലാം ഒപ്പിച്ച് സെറ്റായി കുളിച്ച് സുന്ദരിയായി വന്നു. ഇടയ്ക്ക് വെച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഫ്രണ്ട്സ് എല്ലാവരും വന്നപ്പോൾ പോയി. ആര്യൻ തിരക്കത്തെ ഫോക്കസ് भी नहीं कर रहा. അത്രയും നന്നായിട്ട് ഓണസദ്യ ഉണ്ടാക്കിയെങ്കിലും ഫുട്ടേജ് എടുക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ്. ഈ ഒരു വീഡിയോയും ഒരു ടൈം ലാപ്സും അല്ലാതെ ഓണസദ്യയുടെ എൻ്റെ ഒരു വീഡിയോ ഇല്ല. അവസാനമായപ്പോഴത്തേക്കും ഞാൻ നന്നായിട്ടൊക്കെ തളർന്നു. അപ്പോൾ ഈ കാണുന്ന ടൈം ലാപ്സും ഫുഡ് കഴിപ്പും അത് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായുള്ളൂ. ഞാൻ എല്ലാവരും കൂടി ഇന്ന് സന്തോഷമായിട്ട് ഓണസദ്യ കഴിച്ചു.
പിന്നെ നമ്മളൊരു അടിപൊളി പായസോടെ ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ ഒന്നും ഫുട്ടേജ് എടുക്കാൻ ഞാൻ ഓർത്തോരുമില്ല, അത്ര ഞാൻ തളർന്നു പോയായിരുന്നു. ഞാൻ ഉദ്ദേശിച്ചേക്കാളും കൂടുതൽ കറികൾ ഉണ്ടാക്കി, അപ്പോൾ അത് കാരണമാണെന്ന് തോന്നുന്നു ഐ ജസ്റ്റ് വെൻറ്റ് സോ മച്ച് ഔട്ട്. അത് നല്ല ഗോതമ്പ് പായസമായിരുന്നു, ഒത്തിരി മധുരമൊന്നുമില്ല, പട്ടിപ്പോവില്ല, നമ്മൾ എന്തോരം കുടിച്ചാലും വട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പപ്പടവും പൊരിച്ചു. അതിൻ്റെ കൂടെ ഞാൻ ഇവിടെ ചൈന സ്റ്റോറിൽ പോയപ്പോൾ തന്നെ മേടിച്ച പഴം ഉണ്ടായിരുന്നു. കണ്ട ഞാലിപ്പൂവിൻ്റെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും ഞാലിപ്പൂവിനൊന്നും അല്ല, എന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ അടിപൊളിയായിട്ട് ഓണത്തിന് പായസം കൂട്ടി കഴിച്ചു. ഈ പായസം ആയിരിക്കണം അവൻ്റെ ചോറും അപ്പം ഞങ്ങളുടെ ഓണത്തിൻ്റെ സദ്യയും കഴിച്ച് നമ്മൾ ഓണപരിപാടി ക്ലോസ് ചെയ്യാണ്. ഇപ്പോൾ വയറ് കുറച്ച് ഓണസദ്യം കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നു ഉലാത്താൻ. ഞങ്ങൾ ഓണസദ്യ കഴിഞ്ഞപ്പോഴത്തേക്കും സന്ധ്യ ആയതുകൊണ്ട് ഇങ്ങനെയും അനിയന്മാരെ നിങ്ങൾക്കുണ്ടോ ഗൈസ്? നല്ലൊരു ഓണത്തിൻ്റെ ദിവസം കാരണം ഫുള്ള് പൂക്കളൊക്കെ ഇല്ല, അല്ലെങ്കിൽ പൂക്കളോടെ ഉണ്ട്, എന്നാലും നല്ലൊരു ഓണത്തെ ദിവസമാകുമ്പോൾ നമ്മൾ കുറേ പൂക്കളൊക്കെ ഇട്ട് നല്ല വയറ് നിറച്ച് ചോറുണ്ട്. എന്നിട്ട് സൂര്യയിലോ ഏഷ്യാനെറ്റിലോ ഒക്കെ വന്നൊരു സിനിമയും കണ്ട് അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങി. വാവ്, ഐ സ്റ്റിൽ റിമെമ്പർ. നന്നായിട്ട് വയറ് നിറച്ച് സദ്യയും കഴിച്ച് ഒരു സിനിമ കാണാനായിട്ടിരിക്കും. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല, ബട്ട് പുത്ത സിനിമ കണ്ട് എങ്ങനെയെങ്കിലൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അത് കഴിയണ സ്പോട്ടിൽ പോയി കിടക്കും. അപ്പം കിടന്നാൽ ഞാൻ വൈകുന്നേരം എപ്പോഴോ എണീക്കുള്ളൂ. ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ വിളക്ക് വയ്ക്കണ നേരം ആകുമ്പോൾ എണീക്കും. വിളക്ക് വയ്ക്കണ നേരത്തെ എണീറ്റ് പിന്നെയും പ്രാർത്ഥിച്ചേച്ച് വീണ്ടും രാത്രി പിന്നെ വേറെ ഒന്നുമില്ല, ജസ്റ്റ് പായസം മാത്രം കുഴച്ചങ്ങോട്ട് അടിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങും. എൻ്റെ വീട്ടിലൊക്കെ പായസം ഉണ്ടാക്കാൻ വേണ്ടല്ലോ, നമ്മുടെ അയലക്കത്തൊക്കെ കൊടുക്കാൻ പറ്റുന്ന അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വലിയ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് പായസം. അതും എന്നെ മടപ്പുറത്ത് മണ്ണുണ്ടാക്കണത് മമ്മിയ, അടിപൊളി സാധനമാണ്. എനിവേസ് അതെല്ലാം മിസ് ചെയ്തിട്ടാണെങ്കിലും എന്നാലും വലിയ മോശമല്ലാതെ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ഇഷ്ടമുള്ള കൂട്ടമൊക്കെ നല്ല ടേസ്റ്റുള്ള രീതിയിൽ ഉണ്ടാക്കി കഴിച്ച് ഒരു ഓണവും കൂടെ ഇന്ന് കഴിഞ്ഞു പോവാണ്. ഐ എം സോ ഗ്ലാഡ് ഐ enjoyed it in a way that I would love to do it, because ഒരു എന്താ പറയുക, ആസ് ബീങ് എ പേഴ്സൺ ഹൂ ഈസ് ലിവിങ് ഔട്ട്സൈഡ് ഓഫ് ഹോം അബ്രോഡ്, നമ്മളിതൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത്, അതും നമ്മുടെ ഇഷ്ടമുള്ള ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കിട്ടുക എന്നുള്ളത്, അതും ഒരു ബ്ലെസ്സിങ് തന്നെയാണ്. സോ ഈവൻ ദോ ഐ ഡിഡ് ഇറ്റ് ഫോർ മൈസെൽഫ്, ഐ എം ഗ്ലാഡ് ദാറ്റ് I could make my brother experience it, my friends experience it and all. I'm happy about that. ഒത്തിരി ബഹളങ്ങളും ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്തൊരു സൈലൻ്റ് ഓണം കഴിഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ഓണം.